അപ്പൊ ഈ ഒരു അവസ്ഥ നമ്മുടെ നാട്ടിൽ നിന്ന് ഇല്ലാതെയായിക്കൊണ്ടിരിക്കുകയാണ്. വിദേശികൾ ഓതുന്നുണ്ട്, അവർക്ക് വേണ്ട എല്ലാ ഒത്താശയും ചെയ്യുന്നുണ്ട്, സഹായം ചെയ്യുന്നുണ്ട്, എല്ലാം ശരിയാണ്. പക്ഷെ നമ്മുടെ നാട്ടിലെ കുട്ടികളെന്താ പള്ളി ദർസിലേക്ക് പറഞ്ഞയക്കുന്ന അപൂർവമാണ്. ഇതിന് പല കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ നമ്മുടെ മദ്രസകളൊക്കെ +2 വരെയുള്ള മദ്രസകളുണ്ട്. അതുപോലെ തന്നെ 2 വിദ്യാഭ്യാസമുള്ള ധാരാളം ദഅ്വാ കോളേജിലും ദർസുകൾ തന്നെ ധാരാളമുണ്ട്. അപ്പൊ ആ നിലയ്ക്ക് അങ്ങോട്ടൊക്കെ ഒഴുകുകയാണ്. എന്നാലും നമ്മുടെ നാട്ടിലൊക്കെ നമ്മുടെ കുടുംബത്തിലൊക്കെ ഉള്ള ചെറിയ മക്കള് മദ്രസയിൽ പഠിക്കണ 8ാം ക്ലാസ്സിലും 10ലും സ്കൂളിൽ പഠിക്കണ നമ്മുടെ മക്കളുണ്ട്. അവരെ ഒരു നേരം 24 മണിക്കൂർ പള്ളി ദർസിൽ നടന്നില്ല, ഇശാ മഗ്‌രിബിന്റെ അടിയിലോ അല്ലെ സുബൈന്റെ അസറിന്റെ എപ്പോഴാണോ അവർക്കൊക്കെ സൗകര്യം, അതിന് നമ്മുടെ ഉസ്താദന്മാരൊക്കെ അവരെ സംസ്കരിച്ചെടുക്കാൻ, അവർക്ക് ക്ലാസ് എടുത്തു കൊടുക്കാൻ തയ്യാറായി. എല്ലാ സ്ഥലത്തും പ്രത്യേകിച്ച് സഹോദരങ്ങളെ ഈ കാലഘട്ടത്തിൽ നമ്മളെ കുട്ടികൾ സ്കൂളിലും കോളേജിലൊക്കെ പോയിക്കൊണ്ട് എന്തെല്ലാമായിട്ടാണ് തീരുന്നത് എന്ന് നമുക്ക് ആലോചിക്കാൻ പറ്റില്ല. എത്ര ഖേദകരമായ രംഗമാണ് ഉണ്ടായത്. സ്കൂളും കോളേജിലും പോകുന്ന മക്കളാണ്. സ്വന്തം ഉമ്മ എന്താവുക വ്യഭിചരിച്ച കഥ കഴിഞ്ഞ ആഴ്ച പത്രത്തിൽ നമ്മൾ വായിച്ചു. സ്വന്തം ഉപ്പാനെ വെട്ടി നുറുക്കി കൊന്ന മകന്റെ ചരിത്രം നാം അതിന്റെ മുമ്പ് വായിച്ചില്ലേ? എന്താണ് നമുക്ക് ചിന്തിക്കാൻ കഴിയാത്തത്? കഴിഞ്ഞ ആഴ്ച പത്രത്തിൽ നമ്മൾ വായിച്ചത് ഒരു ഉപ്പയും ഉമ്മയും പ്രായമായിട്ടുണ്ട്, നല്ല ഭംഗിയുള്ള വീടും എല്ലാം അവർക്കുണ്ട്. പക്ഷെ അവർ ഉറങ്ങാൻ വേണ്ടി അടുത്ത വീട്ടിലേക്ക് പോവുകയാണ്. ബന്ധപ്പെട്ടവർ ചോദിച്ചു, നിങ്ങൾ എന്തിനായി സുന്ദരമായ വീട് ഒഴിവാക്കിയ ചെറിയ വീട്ടിലേക്ക് പോകുന്നത് എന്ന് ചോദിച്ചപ്പോൾ ആ ഉപ്പ കണ്ണീരോടുകൂടെ പറയുകയാണ്, ഒന്നുമല്ല, എന്റെ മകനെ പേടിച്ചിട്ട് പോകുകയാണ്. എനിക്ക് ആകെ ഒരു മകനേ ഉള്ളൂ. ആ മകൻ 12 മണി 2 മണിക്ക് കുടിച്ച് മസ്തായി കൊണ്ട് വരും. കഴിഞ്ഞ ദിവസമൊക്കെ ഞങ്ങൾ ഭീഷണി കൊല്ലും, കണ്ടാടി ഉമ്മാനിയോട് കൊല്ലും എന്ന് കള്ളുടിച്ച് പറയാൻ. അപ്പൊ അവരെ പേടിച്ചിട്ടാണ് ഞങ്ങളെ സ്വന്തം വീട്ടിൽ നിന്ന് അടുത്ത വീട്ടിലേക്ക് താമസിക്കാൻ പോകുന്നത് എന്നൊരു ഉപ്പ പത്രക്കാരോട് കണ്ണീരോടുകൂടെ പറഞ്ഞ കാഴ്ച എല്ലാവരും എന്താണ് ഗൗരവത്തോടുകൂടി ഉൾക്കൊള്ളേണ്ടതാണ്. ആ ഒരു അവസ്ഥയാണ് ഭൗതിക സ്ഥാപനങ്ങളിലും സ്കൂളുകളിലും കോളേജിലും ഒക്കെ നടക്കുന്നത്. ഇത് നമ്മൾ മനസ്സിലാക്കണം.